പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒടുവിൽ തിരികെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് കാവ്യ. മാത്രവുമല്ല, തന്നോട് സിദ്ധു കാണിച്ച കാര്യങ്ങളെല്ലാം വീട്ടിലുള്ള എല്ലാവരോടും തുറന്നു പറയുന്നതിനായി തയ്യാറാവുകയും ചെയ്യുന്നു കാവ്യ. ഇനി അയാളെ ഈ വീട്ടിലേക്ക് കയറ്റിപ്പോകരുത് എന്ന് വ്യക്തമാക്കുകയും ഇതേ തുടർന്ന് കൃഷ്ണയെ ചെന്ന് കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നു. കൃഷ്ണ കാരണമാണ് തൻ്റെ ജീവൻ രക്ഷപ്പെട്ടത് എന്നും തൻ്റെ ജീവിതം കാക്കുന്നതിനായി കൃഷ്ണ വന്നത് തന്നെ വളരെയധികം സന്തോഷിപ്പിക്കുന്നുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് കാവ്യയെ സംരക്ഷിക്കുക എന്നുള്ള കാര്യം തൻ്റെ ചുമതലയാണ്. കാരണം കാവ്യ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ഭാര്യ തന്നെയാണ് എന്നും അതുകൊണ്ട് തന്നെ എനിക്ക് നിന്നെ ഉപേക്ഷിക്കാൻ സാധിക്കുകയില്ല എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. മാത്രവുമല്ല, നമ്മൾ തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപക്ഷെ ഉണ്ടായിരിക്കാം. അതൊന്നും വലിയ കാര്യമായി ഞാൻ എടുക്കുന്നില്ല. അതൊക്കെ നമുക്ക് മാറ്റിയെടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. ഇനിയെങ്കിലും കാവ്യ എല്ലാ കാര്യവും തിരിച്ചറിഞ്ഞ് എന്നെ സ്നേഹിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് എന്ന് വ്യക്തമാക്കുന്ന കൃഷ്ണ ഇതേ തുടർന്ന് പുതിയൊരു ജീവിതം തുടങ്ങുകയാണ് കാവ്യയും ഒത്തുകൊണ്ട്. എന്നാൽ ഇതേ തുടർന്നാണ് മുത്തിനെ കാണാനില്ല എന്നുള്ള കാര്യം മണിക്കുട്ടി തുറന്നു പറയുന്നത്. അന്ന് ഈ കാറിന്റെ ഡിക്കിയിൽ അവളുടെ ശബ്ദം ഞാൻ കേട്ടതാണ്. അതുകൊണ്ട് തന്നെ അവൾ മിസ്സിംഗ് ആയതിനു പിന്നിൽ മറ്റാരുമല്ല സിദ്ധാർത്ഥ് തന്നെയാണ് എന്ന് പറയുകയും ചെയ്യുന്നു. ഇതോടെ ആകെ ഞെട്ടിപ്പോകുന്ന കൃഷ്ണ സിദ്ധാർത്ഥിനെ എന്തിനാണ് മുത്തിനെ എന്ന് ചോദിക്കുകയും മാത്രവുമല്ല ഇതിന് പിന്നിലെ രഹസ്യം കണ്ടെത്തുക തന്നെ വേണമെന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ സിദ്ധുവിനെ ചെന്ന് കാണണം എന്നുള്ള തീരുമാനം ഇതേ തുടർന്ന് എടുക്കുന്ന കൃഷ്ണ പുതിയ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇതേ സമയം തൻ്റെ മകളെ തനിക്ക് തിരികെ വേണം എന്ന് കൃഷ്ണയോട് കാവ്യ കരഞ്ഞു പറയുന്നു. മുത്തിന് എന്താണ് സംഭവിക്കുക എന്നും എത്രയും പെട്ടെന്ന് തന്നെ അവളെ കണ്ടെത്തി തരണമെന്ന് കരഞ്ഞുകൊണ്ട് കൃഷ്ണയോട് കാവ്യ പറയുന്നു. ഇത് കേൾക്കുന്ന കൃഷ്ണ കാവ്യയെ സമാധാനിപ്പിക്കുകയും കാവ്യ യാതൊരു വിധത്തിലും പേടിക്കേണ്ടതില്ല എന്നും താൻ എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും അവളെ തിരികെ ഇവിടേക്ക് എത്തിക്കുക തന്നെ ചെയ്യുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തുകൊണ്ട് അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുന്നു. ഇതേ സമയം ഭരത്തും തൻ്റെ രീതിയിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ്. എന്തായിരിക്കും മുത്തിന് സംഭവിച്ചിരിക്കുക എന്നുള്ള ചോദ്യം ജയമോഹിനിയുടെ മുൻപിലും ബാക്കിയാകുന്നു. ഇതേ സമയം ഈ ചതിക്ക് പിന്നിൽ കളിച്ചത് സിദ്ധുവാണ് എന്ന് മനസ്സിലാക്കുന്ന അവർ സിദ്ധുവിന്റെ അടുത്തേക്ക് വീണ്ടും കുതിച്ചെത്തുന്നു. ഇവിടെയാണ് മുത്ത് എന്നുള്ള കാര്യം തുറന്നു പറയാൻ ആവശ്യപ്പെടുകയും നീ മുത്തിനെ എന്താണ് ചെയ്തത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. തനിക്ക് ഉടൻ തന്നെ മുത്തിനെ വേണം, ഇല്ലെങ്കിൽ നിന്നെയായിരിക്കും പരലോകത്തേക്ക് അയക്കാൻ പോകുന്നത് എന്ന് സിദ്ധുവിനോട് പറഞ്ഞിരിക്കുകയാണ് കൃഷ്ണ. പക്ഷേ തൻ്റെ അടുത്ത് അവളില്ല എന്ന് വ്യക്തമാക്കുന്ന സിദ്ധാർത്ഥ് തന്നെ വിശ്വസിക്കണമെന്ന് പറയുകയും അവളെ താൻ കാറിന്റെ ഡിക്കിയിൽ അടച്ചിരുന്നു എന്നുള്ള കാര്യം സത്യം തന്നെയാണ്. പക്ഷേ നിങ്ങൾ തന്നെയാണ് ആ കാറ് ഇവിടെ നിന്ന് എടുത്തുകൊണ്ടുപോയത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പോൾ മുത്ത് എവിടെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു അറിവുമില്ല. എന്നെ വിശ്വസിക്കുന്നതാണ് നല്ലത് എന്ന് പറയുകയും വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ കൊല്ലാമെന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഇതോടെ എന്താണ് ഇനി ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ്. മാത്രവുമല്ല, സിദ്ധുവിന്റെ വീട് മുഴുവൻ അരിച്ചു പെറുക്കുന്നതിനും തയ്യാറാവുകയാണ് കൃഷ്ണ. പക്ഷേ അവിടെയൊന്നും മുത്തുണ്ടായിരുന്നില്ല. ഇതോടെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം മണിക്കുട്ടിയുടെയും അതുപോലെ തന്നെ കൃഷ്ണയുടെയും മുൻപിലേക്ക് കടന്നു വരുന്നു.
സമയം കഴിയുന്തോറും മുത്തിന്റെ ജീവന് ഭീഷണി തന്നെയാണ് എന്ന് ഉറപ്പിക്കുകയാണ് അവർ. ഇതേ തുടർന്ന് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ശ്രമവുമായി മുന്നിലേക്ക് പോകുന്ന അവർ ഇനി അന്വേഷിക്കാൻ ബാക്കിയൊരു സ്ഥലവുമില്ല എന്നുള്ള കാര്യത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് തിരികെ എത്തുകയാണ്. ഇതേ തുടർന്ന് ഇനി എന്താണ് കാവ്യയോട് താൻ പറയുക എന്ന് കൃഷ്ണ മണിക്കുട്ടിയോട് ചോദിക്കുകയും ചെയ്യുന്നു. സത്യങ്ങൾ എങ്ങനെയാണ് അവളെ അറിയിക്കുക എന്നുള്ള ചോദ്യം ബാക്കിയായതിനെ തുടർന്നാണ് കാവ്യയോട് ഉത്തരം പറയാൻ സാധിക്കാതെ തിരികെ പോകാൻ സാധിക്കുകയില്ല എന്നുള്ള തീരുമാനം കൃഷ്ണ എടുക്കുന്നത്. ഇതോടെ വീണ്ടും എവിടേക്കെല്ലാം പോകാൻ സാധ്യതയുണ്ട് എന്നുള്ള ചോദ്യത്തിന് മുന്നിൽ അന്വേഷണവുമായി എത്തുകയാണ് കൃഷ്ണ. പക്ഷേ ഇതിനിടയിലാണ് പുതിയൊരു ചതിയുമായി ഉമ മുന്നിലേക്ക് വരുന്നത്. കൃഷ്ണയെ സ്വന്തമാക്കാൻ സാധിക്കാത്തതിനെ തുടർന്നുള്ള ചതിയാണ് ഉമ നടത്തുന്നത്. ഉമയുടെ കൈകളിലാണ് മുത്തുള്ളത്. മാത്രവുമല്ല, മുത്തിനെ കൊന്നുകളയണം എന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് പോവുകയാണ് ഉമ. എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകണമെന്നും എന്നാൽ മാത്രമാണ് താൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്നും ഉറപ്പിക്കുന്ന ഉമ ഇതേ തുടർന്ന് കാവ്യയെ താൻ പറയുന്നത് പോലെ അനുസരിപ്പിക്കാനും അതുപോലെ തന്നെ കൃഷ്ണയെ സ്വന്തമാക്കാനും വേണ്ടിയുള്ള തന്ത്രമായിരുന്നു അത്. മറ്റാരും അറിയാതെ തന്നെ ഇതേ തുടർന്ന് കാര്യങ്ങൾ നീക്കുകയാണ് ഉമ. പക്ഷേ ഉമയുടെ കാൽക്കുലേഷൻസ് എല്ലാം തെറ്റിച്ചുകൊണ്ട് മുത്തിനെ രക്ഷിക്കുന്നതിനായി മണിക്കുട്ടിയും അതുപോലെ തന്നെ കൃഷ്ണയും അവിടേക്ക് വന്നെത്തുകയാണ്. അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ഉമയുടെ മുന്നിലും ബാക്കിയാകുന്നു. രക്ഷപ്പെടാൻ മറ്റു വഴികൾ ഒന്നും തന്നെ ഇല്ല എന്നും തിരിച്ചറിഞ്ഞതിനെ തുടർന്നാണ് ഉമയെ ചെന്ന് കാണുന്ന കൃഷ്ണ ഉമയിൽ നിന്ന് ഇങ്ങനെയൊരു ചതി ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് പറയുകയും ചെയ്യുന്നത്. ഇതോടെ ഉമ പൊട്ടിത്തെറിച്ചിരിക്കുകയാണ്. തനിക്ക് ആഗ്രഹം നൽകിയത് കൃഷ്ണ തന്നെയാണ് എന്നും തന്നെ ഇത്രയധികം മോഹിപ്പിച്ചതിന് ശേഷം തന്നെ വേദനിപ്പിക്കുന്നത് ശരിയാണോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. ഒരുപാട് ആഗ്രഹങ്ങളാണ് എനിക്ക് ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ കൃഷ്ണ നൽകിയത്. കൃഷ്ണയ്ക്ക് കാവ്യ ഇല്ലാതിരിക്കുമ്പോൾ എൻ്റെ അടുത്തേക്ക് വരാം, കാവ്യ വന്നാൽ തിരികെ പോകാം, അതെങ്ങനെയാണ് ശരിയാവുക എന്ന് ചോദിക്കുന്ന ഉമ കൃഷ്ണ എൻ്റേത് മാത്രമായി ഇരിക്കണം എന്നുള്ള കാര്യം പറയുകയും കൃഷ്ണയെ ഞാൻ അത്രയധികം സ്നേഹിച്ചാണ് നോക്കിയിരുന്നത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഇതോടെ ഉമയുടെ മനസ്സിലിരിപ്പ് മനസ്സിലാക്കുന്നത് കൃഷ്ണയെയും അതുപോലെ തന്നെ മണിക്കുട്ടിയെയും ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.